നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ അടൂർ പ്രകാശ് കോൺഗ്രസിന് വലിയൊരു വയ്യാവേലി തന്നെയാണ് കഴിഞ്ഞ ദിവസം വിളിച്ചു വരുത്തി കൊടുത്തത്. കാരണം തിരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലുള്ള അബദ്ധ പഞ്ചാംഗങ്ങൾ ഇതിനു മുൻപും പല നേതാക്കളും നടത്തിയിട്ടുണ്ട്. അത് കൂടുതലും LDFിലാണ് സംഭവിക്കാറുള്ളത്. EP ജയരാജൻ്റെ പ്രസ്താവനയും വിവാദങ്ങളുമൊക്കെ നമുക്കറിയാവുന്നതാണ്. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോൾ ജനം പോളിംഗ് ബൂത്തിലേക്ക് ഇരച്ചെത്തുമ്പോഴായിരിക്കും ഇത്തരത്തിലുള്ള വാർത്തകൾ മാധ്യമങ്ങളിലൂടെ വരുന്നത്. സമാനമായി തന്നെ അടൂർ പ്രകാശ് നടത്തിയ ഒരു പ്രസ്താവന, പിന്നീട് നടത്തിയ മലക്കം മറിച്ചിൽ, അതിനുള്ള കൃത്യമായ മറുപടി കൊടുത്തിരിക്കുന്നു കെ മുരളീധരനും. നടിയെ ആക്രമിച്ച കേസിൽ UDF കൺവീനർ നിരുത്തരവാദിത്തപരമായ പ്രതികരണം നടത്തിയെന്നാണ് കെ മുരളീധരൻ പറയുന്നത്. ഇത്രയധികം രാഷ്ട്രീയ പാരമ്പര്യമുള്ളയാൾ എങ്ങനെയാണ് ഇങ്ങനെ പറയുന്നത്? ഇങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന കാര്യം തനിക്ക് മനസ്സിലാകുന്നില്ലെന്നാണ് മുരളീധരൻ പറയുന്നത്. എതിരാളികൾ കടിക്കാൻ വേണ്ടി ഒരു വടി എടുത്ത് വെട്ടിക്കൊടുത്തതുപോലെ ആയിപ്പോയി. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ലെന്നും 19 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ടല്ലോ എന്നുമാണ് മുരളീധരൻ ചോദിച്ചത്. UDF യോഗം വിളിച്ചു കൂട്ടലാണ് കൺവീനറുടെ ജോലി എന്ന് പറയുന്നത്. പാർട്ടി നിലപാട് പറയുന്നതല്ല. അത് പറയാനായി KPCC പ്രസിഡന്റുണ്ട്. നടിയെ ആക്രമിച്ച കേസിലെ നിലപാട് പ്രസിഡന്റ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അടൂർ പ്രകാശിൻ്റെ നിലപാടാകട്ടെ അത് പോളിംഗിനെ ബാധിച്ചില്ല എന്നാണ് താൻ കരുതുന്നതായും മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും തിരുവനന്തപുരത്തടക്കം ഇതിൻ്റെ അലയൊലികൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് മുരളീധരൻ വിലയിരുത്തുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDFിൻ്റെ സാധ്യതയ്ക്ക് കോട്ടം സംഭവിച്ചിട്ടില്ലെന്നും വോട്ടർ പട്ടികയിലുണ്ടായ ആശയക്കുഴപ്പമാണ് പോളിംഗ് കുറയാനുണ്ടായ സാഹചര്യമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് അപ്പീൽ പോകുന്നതിനെ കുറ്റപ്പെടുത്തിയ UDF കൺവീനറുടെ പ്രസ്താവന അത് വലിയ അനുഗ്രഹമായെന്നാണ് CPM വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാം ഘട്ട വോട്ടിങ്ങിൽ അടുത്ത ദിവസം ഇത് കൂടുതൽ പ്രതിഫലിക്കുമെന്ന് പാർട്ടി കരുതുന്നുണ്ട്. കേസിൽ ദിലീപിനെ വെറുതെ വിട്ടത് തിരിച്ചടിയാകുമെന്ന പ്രതീക്ഷ ഇടതുമുന്നണിക്കുണ്ടായിരുന്നു. അപ്പോഴാണ് പുലിവാല് പിടിക്കാനായി കൺവീനർ കടന്നു വന്നത്. ആദ്യഘട്ട വോട്ടെടുപ്പിൻ്റെ തുടക്ക മണിക്കൂറിൽ തന്നെ അടൂർ പ്രകാശിൻ്റെ ഈ പ്രസ്താവന വലിയ വിവാദമായി മാറുകയും ചെയ്തു. വളരെ വേഗത്തിൽ തന്നെ CPM പ്രതികരണം നടത്തി. അതും ശ്രദ്ധിക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ. അടൂർ പ്രകാശ് മാപ്പ് പറയണമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുന്ന കാര്യത്തിൽ നിയമപരമായ പരിശോധന സർക്കാർ നടത്തും. സർക്കാരിന് വേറെ പണിയില്ലാത്തതിനാലല്ല ഇത്. വിചിത്രമായ വാദമാണ് ഇതേക്കുറിച്ച് UDF കൺവീനർ നടത്തിയതെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. ഇതുകൂടാതെ ദിലീപിൻ്റെ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകിയിട്ടുണ്ട്. അവിടെയും ഇവിടെയും തട്ടുകേടില്ലാത്ത രീതിയിൽ പോലീസ് ഗൂഢാലോചന നടത്തിയെന്ന ദിലീപിൻ്റെ ആരോപണമാണ് മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞത്. ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടി സ്വീകരിച്ചു. പോലീസിനെതിരെ ദിലീപ് എനിക്കൊരു നിവേദനവും നൽകിയിട്ടില്ല. ദിലീപ് പറയുന്നത് എന്താണെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കണം. ഈ കേസിൽ പ്രോസിക്യൂഷൻ ആകട്ടെ മികച്ച രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്നാണ് പൊതുവിലുള്ള ധാരണയായും മുഖ്യമന്ത്രി പറഞ്ഞു. CPIയും അടൂർ പ്രകാശിൻ്റെ പ്രസ്താവനയെ പാടെ തള്ളിയിട്ടുണ്ട്. അപ്പീൽ നടപടി ത്വരിതപ്പെടുത്താനുള്ള അഡ്വക്കേറ്റ് ജനറൽ നിർദ്ദേശം സർക്കാർ ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞുവെന്നാണ് സൂചന. ഈ കേസിലെ വിധിയിൽ ദിലീപിനെ പിന്തുണച്ച് രംഗത്ത് വന്ന കൺവീനർക്ക് പുതിരെ തല്ലാണ് പലയിടത്തു നിന്നും കിട്ടുന്നത്. KPCC നേതൃത്വം ഇന്ദിരാഭവനിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി തിരുത്തിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തിരഞ്ഞെടുപ്പ് ദിവസം അതും അനാവശ്യ വിവാദം തുറന്നുവിട്ട നടപടിയിലാണ് നേതൃത്വം ക്ഷോഭിച്ചിരിക്കുന്നത്. എന്തിനായിരുന്നു അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് എന്നാണ് പലരും ചോദിച്ചത്. അടൂരിൽ നിന്നെത്തിയ അദ്ദേഹത്തോട് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്നിവർ നേരിട്ട് തങ്ങളുടെ അതൃപ്തി അറിയിച്ചു. ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ ഒഴിവാക്കാമായിരുന്ന ഒരു പ്രസ്താവന, ഇത്രയും കൂട്ടുകെട്ടോടുകൂടി നടത്തിയ തിരഞ്ഞെടുപ്പ് ഈ സമ്മേളനത്തെ അവസാന നിമിഷം കലമുടയ്ക്കുന്ന രീതിയിലായിരുന്നു ആ പ്രസ്താവന. ഇന്ദിരാഭവനിൽ വെച്ച് തന്നെ അടൂർ പ്രകാശ് നിലപാട് തിരുത്തി പ്രസ്താവനയും പുറത്തിറക്കി. ആദ്യ പ്രസ്താവന വന്നപ്പോൾ തന്നെ KC വേണുഗോപാൽ KPCC പ്രസിഡന്റുമായി ബന്ധപ്പെട്ടു. VD സതീശൻ ഇതിലെ അപകടം വിളിച്ചറിയിച്ചു. രമേശ് ചെന്നിത്തല, VM സുധീരൻ, MM ഹസൻ, K മുരളീധരൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരും ഈ അഭിപ്രായത്തെ പാടെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നു. ഒരിക്കലും ഇത് കോൺഗ്രസിൻ്റെ അഭിപ്രായമല്ല. അത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമായിരിക്കാം. കോൺഗ്രസ് അതിജീവിതയ്ക്കൊപ്പമാണെന്നും അടൂർ പ്രകാശിൻ്റെ അഭിപ്രായം വ്യക്തിപരമാണെന്നും നേതാക്കൾ പിന്നീട് തുറന്നടിക്കേണ്ടി വന്നു. അതിജീവിതയ്ക്ക് നീതി കിട്ടുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്ന് കുറ്റപ്പെടുത്തിയുള്ള നിലപാട് അത് കോൺഗ്രസ് നേതൃത്വത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കിയതായിരുന്നു. മുഖ്യമന്ത്രിയും കോൺഗ്രസിനെതിരെ അടൂർ പ്രകാശിൻ്റെ വാക്കുകൾ ആയുധമാക്കി വന്നപ്പോൾ കാര്യങ്ങൾ കൂടുതൽ മുഖ്യമന്ത്രിയും കോൺഗ്രസിനെതിരെ അടൂർ പ്രകാശിൻ്റെ ഈ വാക്കുകളെ ആയുധമാക്കിയെടുത്തപ്പോഴാണ് കൂടുതൽ വെട്ടിലായത്. നയപരവും വിവാദമാകുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ കൂട്ടായ ആലോചന തീരുമാനമെടുക്കാതെ അടൂർ പ്രകാശ് അഭിപ്രായം പറയുന്നതിലുള്ള അതൃപ്തി നേതൃത്വം പങ്കുവച്ചിട്ടുണ്ട്.
രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസിലും ആദ്യം അദ്ദേഹത്തോട് വളരെ മൃദുവായ സമീപനമായിരുന്നു സ്വീകരിച്ചത്. ആ സമയത്ത് തന്നെ കേരള കോൺഗ്രസിനെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തത് തിരിച്ചടിച്ചതിലുള്ള അമർഷവും നേതൃത്വത്തിലുണ്ട്. അദ്ദേഹം ആദ്യം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് നീതി കിട്ടിയെന്നായിരുന്നു. കലാകാരൻ എന്ന നിലയിൽ മാത്രമല്ല, അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന വ്യക്തി കൂടി എന്ന നിലയിലും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം നീതി ലഭ്യമായെന്നാണ് വ്യക്തിപരമായ അഭിപ്രായം. ഉന്നത ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ കുറെ പോലീസുകാർ ചേർന്ന് ഉണ്ടാക്കിയെടുത്ത കേസാണിതെന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ട്. അപ്പീൽ പോയി സർക്കാർ ആരെ ബുദ്ധിമുട്ടിക്കാനെന്നാണ് നോക്കുന്നത്, വെറുതെ കാശ് കളയാം എന്നല്ലാതെ. എന്നാൽ അത് തിരുത്തി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. നീതി കിട്ടിയത് ദിലീപിനെന്ന നിലപാടിൽ നിന്നും യൂട്ടേൺ അടിച്ചാണ് അദ്ദേഹം അതിജീവിതയ്ക്കൊപ്പമെന്ന് തിരുത്തിയത്. പറഞ്ഞത് മുഴുവൻ സംപ്രേഷണം ചെയ്യാതെ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് പ്രചരിപ്പിച്ചു. ഇതുതന്നെയാണ് തെറ്റിദ്ധാരണയ്ക്ക് കാരണമായിട്ടുള്ളത്. താൻ എന്നും അതിജീവിതയ്ക്കൊപ്പമാണ്. മാധ്യമങ്ങൾ കൊടുത്തത് താൻ പറഞ്ഞതിൻ്റെ ഒരു വശം മാത്രമായിരുന്നു. വിധി വരുമ്പോൾ കോടതിയെ തള്ളിപ്പറയുക തനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രോസിക്യൂഷന് തെറ്റുപറ്റിയെങ്കിൽ സർക്കാർ അത് തിരുത്തണം. അതിജീവിതയ്ക്ക് നീതി കിട്ടണമെന്നാണ് തൻ്റെയും അഭിപ്രായം. KPCC അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പീൽ പോകുന്നത് ദിലീപിനെ ബുദ്ധിമുട്ടിക്കാനാണെന്ന് പറഞ്ഞിട്ടില്ല. അതിജീവിതയ്ക്ക് ഇതുവരെയും നീതി കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം താൻ ഇപ്പോഴും പറയുന്നു. നീതിന്യായ കോടതിയെ തള്ളിപ്പറയാൻ കഴിയില്ല, അതുകൊണ്ടാണ് നീതി കിട്ടിയില്ല എന്നും അതിന് നടപടി സ്വീകരിക്കണമെന്നും പറഞ്ഞത്. കോൺഗ്രസും UDFും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് നിലകൊള്ളുന്നത്. ഇത് കള്ളക്കളി മാത്രമാണെന്നും അപ്പീൽ പോയതിനു ശേഷം നടിക്ക് നീതി ലഭിക്കുമെന്ന് ഉറപ്പാക്കാൻ വേണ്ടി കൂടിയാണ് താൻ ഉദ്ദേശിച്ചത് എന്നുകൂടിയാണ് അവസാനം അദ്ദേഹം പറഞ്ഞൊപ്പിച്ചത്. അതേസമയം ഈ വിഷയത്തിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും രംഗത്ത് വന്ന നിലപാട് വ്യക്തമാക്കേണ്ടി വന്നു. ഈ കേസിൽ കോൺഗ്രസും UDFും അതിജീവിതയ്ക്കൊപ്പമെന്ന കാര്യം ഊന്നിപ്പറഞ്ഞു. ഗൂഢാലോചന തെളിയിക്കാൻ കഴിയാത്തത് പ്രോസിക്യൂഷന്റെയും അന്വേഷണ ഏജൻസിയുടെയും ഒരു പരാജയമാണ്. ഇതിൽ സർക്കാർ അപ്പീൽ ഫയൽ ചെയ്ത് മുഴുവൻ പ്രതികൾക്കും ശിക്ഷ ഉറപ്പാക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഗൂഢാലോചനാ കുറ്റം തെളിയിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് UDFും കോൺഗ്രസും എടുത്ത നിലപാട്. ഇക്കാര്യം കഴിഞ്ഞ ദിവസം കോടതി വിധി വന്നപ്പോൾ തന്നെ താനും പ്രതിപക്ഷ നേതാവും ഒരുപോലെ ആവശ്യപ്പെട്ടു. എന്നാൽ അതിന് വ്യത്യസ്തമായി UDF കൺവീനർ പറഞ്ഞുവെന്ന രീതിയിൽ പുറത്തു വന്ന വാർത്ത അദ്ദേഹം തന്നെ തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരമൊരു നിലപാട് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും അല്ലെന്ന് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് താൻ എടുത്തു പറഞ്ഞതായിരുന്നു. ഈ വിഷയത്തിൽ CPM നടത്തുന്ന ചില ദുഷ്പ്രചാരങ്ങൾ വിലപ്പോകില്ല എന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് വെള്ളി വാർത്ത ഇൻസൈഡ്.